നിങ്ങളുടെ വീട്ടിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെക്ക് ചെയ്ത് വരുന്ന കൊണ്ടല്ല, കുറേ വീഡിയോയിൽ നിങ്ങൾ പറ്റിയിട്ടുണ്ട്. സംസാരിച്ചൊക്കെ കഴിയുന്ന സമയത്ത് മൈക്കിലൊന്നും ഉണ്ടാവില്ല, ഫോണിലൊന്നും ഉണ്ടാവില്ല, വോയിസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് സംശയിച്ച് നോക്കിയത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് റോട്ട് വീലേഴ്സിൻ്റെ ട്രെയിനിങ്ങാണ്. ആൾ ഇപ്പോൾ ഒരു 3 വയസ്സ് പ്രായമുണ്ട്. അത്യാവശ്യം നല്ല കുരുത്തക്കേടുണ്ട്. ആളെ ഞാൻ കാണിച്ചു തരാം, വാ. മര്യാദയില്ലടാ, വാ പോവാ, നമുക്ക് പോവാ, വിടാ, സ്ഥലം വിടാ, പോവാ. തുപ്പല്ലേ, ഈ ഒരു സാധനം ഉപയോഗിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ കാല് കണ്ട, കാലിനകം സുമീത്, കാലിലെ നഖം ശരിക്കും തഴഞ്ഞു പോവില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം ഈ ഒരു ഫ്ലോർ മേറ്റ് എന്ന സാധനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. കടിക്കും, അതൊക്കെ ടെൻഡൻസി ഉണ്ട്. ഓക്കെ, നമുക്ക് ഓണറെ പരിചയപ്പെടാം. എന്ത് ഒന്നുമില്ല, ജസ്റ്റ് കംപ്ലൈന്റ് പറയുന്നല്ലേ. അടുത്ത ആൾക്കാർ ഇത് വരണമല്ലോ. ഓക്കെ, അവർ പറയുന്നത് യൂട്യൂബിലിട്ടുണ്ടാണ്. പറഞ്ഞോ, നീ പറഞ്ഞോ, എന്താ ഇതിന്റെ പ്രശ്നം? ഇവന്റെ പേര്, പ്രായം ഒക്കെ പറ. ഇവന്റെ പേര് ലൈസർ ഹാനിബൽ എന്നാണ്. 3 വയസ്സാവാറായി. ഓഗസ്റ്റ് 15 എത്തിക്കഴിഞ്ഞാൽ 3 വയസ്സാവും. ഇവൻ ചെറുപ്പം മുതൽ ഞങ്ങള് വർക്ക് ഏരിയയിൽ മാത്രം ഇട്ട് വളർത്തിയിട്ടുള്ളൂ. അപ്പൊ അവൻ ആകെ കണ്ടിട്ടുള്ളത് ഞാൻ, മമ്മി, ഏട്ടൻ. ഏട്ടനായിരുന്നു ഫുള്ള് മാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ. ഏട്ടൻ കമന്റ് ചെയ്യുമ്പോ എല്ലാം ഓക്കെ ആയിരുന്നു. ഏത് പ്രായത്തില്? ഒരു 1.5 വയസ്സ് വരെ, അതുവരെ ഓക്കെ ആയിരുന്നു. ഏട്ടൻ അബ്രോഡിൽ പോയ ശേഷം ഞാനും മമ്മിയും അതൊരു 6 മന്ത്സിന് ഞങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഓക്കെ ആയിരുന്നു. ബിക്കോസ് അവൻ ലീഷ് പുള്ളി ചെയ്താലും പിടിക്കുമ്പോൾ നിന്നോടുത്തു. എവിടെ വലിച്ചോടിയാലും അവൻ്റെ ബാക്കിലാണ് ഞങ്ങൾ ഓടുന്നത്, അല്ലാണ്ട് ഞങ്ങളുടെ കമന്റിൽ അവൻ നിന്നില്ല. പക്ഷെ അത് ഞങ്ങളൊരു കാര്യം എടുത്തില്ല. ഒരു 3 വയസ്സൊക്കെ ഇപ്പോൾ ആവാറായപ്പോൾ കുറച്ചും കൂടി അഗ്രസീവായി, നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. മോള് കയറാൻ തുടങ്ങി. കളിപ്പിക്കാൻ ലീഷ് എന്തിലെങ്കിലും ഒരു കയറിൽ കണക്ട് ചെയ്തിട്ട് വേണം കളിപ്പിക്കാൻ, അല്ലെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ മീൻസ്, ഇപ്പൊ പുറത്ത് ആരെങ്കിലും ഒരാളെ കാണുന്നുണ്ടെന്ന് വെക്കി, അവന് വേണം. അവരെ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് നമ്മളെ പിടിക്കുക. ഇപ്പൊ ഞാൻ ലീഷ് പിടിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിടുന്നുള്ള ഫോഴ്സിലാണ് എന്നെ പിടിക്കാൻ വരുന്നത്. പക്ഷെ ഇതുവരെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇങ്ങനെ ഒരു അറ്റാക്കിങ് കടിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മോളിൽ കയറാൻ നോക്കും, വിടുന്ന് പറഞ്ഞിട്ട് മോളിൽ കയറാൻ നോക്കും. അല്ലാത്ത സമയത്തൊക്കെ നല്ല സ്നേഹമാണ്. അകത്തിരിക്കുമ്പോൾ ഫുഡ് വാരി കൊടുക്കും, അവന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ മിണ്ടാണ്ട് കിടന്നുറങ്ങും. മമ്മി വല്ല പാട്ടൊക്കെ പാടുകയാണെങ്കിൽ കിടന്നുറങ്ങും. എല്ലാം ഓക്കെയാണ്, ഓക്കെയാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്കാരെ നോക്കാൻ പാടില്ല. ഒരു ചെറിയ തവള പോലും അവന് പറ്റില്ല, ഒന്നിനും പറ്റില്ല. തീരെ സോഷ്യലൈസ് അല്ല. പുറത്തിൽ കൂടെ ഒരു വണ്ടി പോയാൽ TVS ഒക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഓടാൻ അതെന്താന്ന് അറിഞ്ഞില്ല. ഡെയിലി അതെ, നൈറ്റിൽ കൂടി ഇങ്ങനെ വണ്ടികൾ പോകുമ്പോ അവനത് ഡെയിലി കേട്ടിട്ടാണോന്ന് അറിയില്ല. പിന്നെ അതുപോലെ ഈ സൗണ്ട് ആയിരിക്കും. ഈ വേലിയുടെ അപ്പുറത്ത് ആൾക്കാർ നിന്ന് ഫോൺ സംസാരിക്കുകയാണെങ്കിൽ ബഹളം തുടങ്ങും. അങ്ങനെ. പക്ഷെ ഇവൻ നിങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ അവൻ കൂട്ടിൽ നിന്ന് ഇറക്കി കളിപ്പിക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ട്. അവന് ബോൾ എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ബോൾ എവിടെ എന്നുള്ള ഒരു ആവശ്യത്തിൽ വരുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കണം അല്ലേ, നമുക്കായിട്ടൊന്നും ക്രിയർ ചെയ്യാൻ പറ്റില്ല. അതെ, അവന്റെ ഒരു രാജ്യമാണ്, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. അങ്ങനെ. കടി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാ? കടിയോ? കടി ഇതുവരെ അങ്ങനെ കൊണ്ടിട്ടില്ല. കൊറേ തട്ടലും മുട്ടലും അങ്ങനത്തെ അതെ, കൊറേ ARS ഒക്കെ ഞാൻ കൊറേ വിട്ട് എടുത്തിട്ടുണ്ട്. അവന് കുളിപ്പിക്കുമ്പോ ഒക്കെ തട്ടാറുണ്ട്. കുളിപ്പിക്കുമ്പോ വേണം വെച്ച് കടിക്കല്ല, പുറത്ത് വണ്ടി പോകുമ്പോ അതിനെ നോക്കി ബാർക്ക് അപ്പൊ എന്റെ കൈ കിട്ടും. അങ്ങനത്തെ സാഹചര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ്, 1 വയസ്സ് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല, അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണല്ലോ തുടങ്ങിയത്. 1.5 വയസ്സ് സാധാരണ ഈ റോഡ് വീലേഴ്സ് മെച്യൂരിറ്റി ആവുന്നത് 1.5 ആ ഒരു വയസ്സ്. അതുവരെ കുരക്കില്ല, സൈലന്റ് ആയിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ ഈ കുരയുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആൾക്കാർ പറയും ഞാൻ ഇതുവരെ ഇങ്ങനെ നോക്കിയിരുന്നു, ശേഷം എന്നോട് ഇങ്ങനെ ചെയ്തു. ഈ ഒരു കംപ്ലൈന്റ് ആണ് മിക്കവാറും വരുന്നത്. ഓക്കെ, ഇപ്പൊ എങ്ങനെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിടുന്നത്? സാധാരണ പുറത്തേക്കണ ഈ കയറില്ലേ, ഇതില് ലീഷ് കണക്റ്റഡ് ആയിരിക്കും. ഇത് ഞാൻ നെക്ക് ബെൽറ്റില് കണക്ട് ചെയ്യും. ലെങ്ത് ഉള്ളതുകൊണ്ട് അവനിത് മൊത്തം കറങ്ങി നടക്കും, നമ്മുടെ ഭാഗത്തേക്ക് വരില്ല. അങ്ങനത്തെ നിങ്ങളുടെ സ്പേസിലേക്കും കയറില്ല. തിരിച്ച് കൂട്ടിലേക്ക് ഇടും, ബോൾ ഇടും. അവൻ തന്നെ എടുക്കും. അവന് ഇഷ്ടമുള്ളത് അകത്ത് വെക്കുകയാണെങ്കിൽ, കളിച്ച് ടയേർഡ് ആയിരിക്കുമ്പോ ഇടാണെങ്കിൽ അവൻ കേൾക്കും. ചാടി കയറും. അല്ല, ആ സ്റ്റൂള് വെക്കും, ഞങ്ങള് ബ്ലൂ സ്റ്റൂള് വെക്കുമ്പോ കേൾക്കും. പക്ഷെ റീസെന്റ് ആയിട്ട് അവൻ ഒന്നും ഇല്ലാണ്ട് ചാടിയത്.
ഇപ്പോഴാ പേടി ശരിക്കും നല്ലോണം തുടങ്ങിയത്. ഈ കയറൊന്നും കടിച്ചു മുറിക്കില്ല? ഇല്ല ഇല്ല. ചില സമയത്ത് ഇങ്ങനെ ഇവിടെ മാത്രം കളിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്ക് അവിടെ കെട്ടിയിടും. അവിടെ കെട്ടുമ്പോ ഈ ലീഷിന്ന് ഞാൻ വേറൊരു ലീഷ് ഇടും നെക്ക് ബെൽറ്റില്, എന്നിട്ട് ഇത് അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ആ സമയത്ത് ഇതൊന്നും ചെയ്യില്ല. ഭയങ്കര പുള്ളിങ് ഫോഴ്സ് ആയിരിക്കും. ഈ പുള്ള ചെയ്ത് അവൻ ആ സമയത്ത് ടയർഡ് ആയിരിക്കുമല്ലോ, അപ്പൊ അവന് ആ സമയത്ത് ഭയങ്കര ഇഷ്ടം, ചെറുപ്പം മുതൽ ഉണ്ടായതുകൊണ്ട് അവിടെ പോയി കിടക്കണം. അതുകൊണ്ട് അവൻ അവിടെ പോയി കിടക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ലോക്ക് ചെയ്യും. ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണല്ലേ? അതെ, അഡ്ജസ്റ്റ്മെന്റ് പറ്റുമോ? തീരെ പറ്റുന്നില്ല. ആദ്യമൊക്കെ ഓക്കെ, ഫുഡ് വെക്കുമ്പോ എന്താ ഇപ്പം ഫുഡ് കഴിക്കാണെന്ന് വെക്കി, പുറത്തുനിന്ന് ആൾക്കാരെ കണ്ട ഫുഡ് കഴിക്കില്ല, ബാർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോ അവന് എത്ര ഇഷ്ടപ്പെട്ട ഫുഡായാലും അങ്ങനെയാണ്. മമ്മിക്കിപ്പോ ഏജ് ആയതുകൊണ്ട് തീരെ അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ നല്ലോണം ഫുള്ള് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അവൻ കാല് വെച്ചാൽ തന്നെ താഴെ വീഴുന്ന അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് തീരെ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണം. ഒന്നാമത് നമ്മൾ ഈ അഗ്രഷൻ ട്രെയിനിങ് കുറച്ചാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ആൾക്കാർ രീതിയിൽ കാണാം, അവരെ സിമ്പിളാക്കി വിടും. വീണ്ടും ഡോഗിന്റെ സ്വഭാവം പഴയ പോലെ ആവും. അപ്പോൾ നമ്മൾ പറയുന്നത് അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ ചെയ്യണം. പിന്നെ ഇവിടെ ചേഞ്ചസ് വരുത്തേണ്ടത്, ഒന്നാമത് ഈ കൂടുണ്ടല്ലോ, ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റ് ചൂടായിരിക്കും. ഇത് മാറ്റുക, ഇത് മാറ്റി ഓടിട്ടു. നമ്മൾ പാലക്കാട് സ്വാഭാവികമായിട്ട് നല്ല ചൂടാണല്ലോ, മാറ്റിയിട്ട് ഓട് വെച്ചോ. പിന്നെ പെയിന്റ് അടിച്ചോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും ഇതാവും. ഓട് വെക്കുമ്പോൾ സപ്പോർട്ട് കൊണ്ടുവരും. പിന്നെ ഫ്ലോർ മേറ്റ് ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഓൾറെഡി അത് നമുക്ക് നാളെ കാലിന് ശരി നഖം നല്ലോണം ഉണ്ട്. ഇതിൽ വെക്കുന്നതുകൊണ്ടാണ് ഈ നഖം. അതെയോ? ഞാൻ ഇവനെ നെയിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവന് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫുള്ളും അവനെ കെട്ടിവെക്കും. എങ്ങനെ കെട്ടിവെക്കും? ബാൻഡേജ് ഒക്കെ കണ്ടില്ലേ, അവനെ കിടത്തിപ്പിക്കും. അടിക്കൂടിയൊക്കെ കയറൊക്കെ വെച്ച് മൊത്തം കിടക്കാൻ വെച്ച് എന്നിട്ടായിരിക്കും ഇഞ്ചക്ഷൻ ഇടുന്നത്. ആ സമയത്ത് ഞാൻ നെയിൽ കെട്ടും. അല്ല, അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വിടുവോ? ആള് ഇഞ്ചക്ഷൻ എടുക്കാൻ വിടുവോ? അവനെ കണ്ണൊക്കെ അടപ്പിച്ച് മൊത്തം കെട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും. ഡോക്ടർ വരുന്ന സമയത്ത് ആ സൈഡ് ഒരു ഗ്യാപ്പും കൂടി ഇല്ലേ, അതിൽ കൂടി ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ ഇടും. ഇതിനുള്ളിൽ തന്നെ പുറത്ത് കൊണ്ടുപോകാറില്ല. ഇവന്റെ മുകളിൽ ഒരു പേടി വന്നതുകൊണ്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നിർത്തി. ആദ്യമൊക്കെ വണ്ടി കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു പേടി വന്നത് മുതല് നല്ല സൈസാണ്. അതെ, നല്ല പെടാവർ സൈസാണ്. തീരെ നമുക്ക് പോവാ, കഥ കഴിഞ്ഞ കാര്യം. വാ, പോലടാ പറഞ്ഞോ. கொஞ்சம் சேஃப்டி ஆயிட்டு இதாக்கணும். உங்களுக்கு ஏதாவது கட்டி தரணும். நாங்க கொஞ்சம் பின்னாடி இருக்கிறோம், பயமா இருக்கு. മാസ്ക് കെട്ടാൻ നിന്ന് തരുമോ? ഞാൻ കെട്ടിത്തരാം. നിങ്ങൾ കെട്ടാൻ സമ്മതിക്കുമോന്ന് എനിക്കറിയാം. നീ കെട്ടിയാൽ മതി, ഞാൻ കുഴപ്പമില്ല. ഞാൻ അവനെ ഉപദ്രവിക്കാതെ കൂട്ടിലേക്ക് ഇടുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഞാനിതിപ്പോൾ എന്തായാലും ഉപദ്രവിക്കേണ്ടി വരും, ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് കമൻസ് വരും, നമ്മുടെ പട്ടിയെ പിടിച്ച് എല്ലാം പോകുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക കടി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളതിനനുസരിച്ചുള്ള കൈകാര്യം എന്തായാലും ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ നീ എനിക്കിതൊന്ന് കെട്ടിത്തന്നോ, പിന്നെ ബാക്കി ഞാൻ ചെയ്തോളാം. ഇത് എങ്ങനെ കെട്ടാനാ? ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നെറ്റിൽ കെട്ടാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ മാസ്ക് കെട്ടി പറഞ്ഞുകൊണ്ടില്ല, ആള് കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. നമുക്ക് കുറച്ച് കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കൂട്ടിൽ നിന്ന് ഇറക്കുന്ന പ്രശ്നമല്ല, പക്ഷെ കൂട്ടിലേക്ക് എടുത്തിരുമ്പോൾ നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് കാരണം നമ്മൾ മാസ്ക് കെട്ടി തന്നെ. അടക്കടാ, വാ വാ വാ. അവിടെ നിൽക്ക്. Licer, no, Licer, no. വേണ്ട വേണ്ട, വാ വാടാ വാ, സ്റ്റൂൾ എടുത്തോ, വാടാ അടങ്ങി.
അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് കൂൾ ഗുഡ് ബോയ് നൈസ് നോ 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 വാ കയറി വാ കയറി കയറി കയറിക്കോ ഗുഡ് ബോയ് അവിടെ ആളിരുന്ന് വർക്ക് ചെയ്യുന്നു. ആ കുഴപ്പമില്ല, എടുത്തോ. നമുക്ക് ഇങ്ങനെ എടുത്ത് മുകളിൽ വെക്കാം. അപ്പോൾ ആൾ നമ്മൾ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ് ആളുടെ കാര്യം. എന്നുവെച്ചാൽ അധികം പുറത്തേക്ക് വലിയ പരിചയമൊന്നുമില്ല, അത്യാവശ്യം അഗ്രഷനുണ്ട് ആൾക്ക്. കടിക്കണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്, എന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇവർക്ക് കൂട്ടുന്ന പുറത്തേക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്ര സൈസ് ആകുമ്പോൾ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ആ ഒരു കാരണമാണ് ഇവനിങ്ങനെ ആക്കിയത്. അല്ലേ സർ? പിന്നെ മാസ്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് അയക്കൂ, കാരണം ഇവനൊന്നും ഓക്കെയല്ല. വണ്ടിയിൽ കയറിയ ഉടനെ ഇപ്പോൾ ഈ തുറന്നിട്ടുണ്ടെങ്കിൽ ആൾ പുറത്തേക്ക് ചാടാൻ നോക്കും. വീണ്ടും ഞങ്ങൾ മൽപ്പിടുത്തത്തിലേക്ക് പോകും. അപ്പോൾ ആളൊന്ന് കൂളാവുന്നവരെ നമ്മൾ മാസ്ക് ഇടും, കുറച്ച് നമ്മൾ ഊരിക്കളയും. എന്നാ പറയണ്ട, സങ്കടം വരും സാധാരണ അല്ലേ. കാരണം ഒരു ഇത്ര ദിവസം വീട്ടിലുണ്ടായ ഒരാൾ പെട്ടെന്ന് കാണാനൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എവിടെയായിരിക്കും വെള്ളം. തിരിച്ചു വരുമ്പോ എന്നെക്കാളും മമ്മിക്കായിരിക്കണം കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന. ആയിക്കോട്ടെ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് മമ്മിക്ക് അങ്ങനെ കളിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ. ഇല്ല, നമുക്ക് ആ ഒരു ക്യാരക്ടർ മാറ്റാം, അതൊന്ന് ഫ്രീ ആക്കാം. ഓ ഷുവർ, ഒരു 1 മന്തിന് ശേഷം ഓക്കെ. ഫുഡ് 2 നേരത്തിനാ കൊടുക്കാറ്, രാവിലെയും വൈകിട്ടും. ഉച്ച സമയത്ത് ഞാനും ഉണ്ടാവില്ല, മമ്മിയും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെയാണ് ഫുഡിന്റെ അല്ലേ. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. എന്താ പറയാ, എന്താ എനിക്ക് തോന്നി പറഞ്ഞോ. ഇപ്പൊ എങ്ങനെ ഇപ്പൊ അവൻ ഇറക്കിയപ്പോ ഇത്രയും ദിവസം ലീഷൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഇറക്കിയിട്ടില്ല. ഇറക്കിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിനെ മാറി നിന്നു. പക്ഷെ ചേട്ടൻ ഹാൻഡിൽ ചെയ്തെടുത്തപ്പോ ഒരു ഹോപ്പ് ഉണ്ട്, നല്ല രീതിക്ക് വരും എന്നുള്ളത്. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ കാണാം.